ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ. ഇത് മിഷ മാക്സ് ബ്ലോഗ് 18. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അഞ്ചുതെങ്ങ് ഫോർട്ടിലാട്ടോ. 1695 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച അഞ്ചുതെങ്ങിലെ ഒരു കോട്ടയാണ് കേട്ടോ അത്. ഇതിനെ അഞ്ചുതെങ്ങ് കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലെ ഒരു കടലോര ഗ്രാമമാണ് അഞ്ചുതെങ്ങ്. 1684 അന്നത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഒരു വ്യാപാര കേന്ദ്രം ആരംഭിച്ചു. തുടർന്ന് 1695 ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അനുവാദം വാങ്ങി ഇവിടെ ഒരു കോട്ട നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ 1699 ഇവിടെ ഒരു കോട്ട പൂർണ്ണമായും നിർമ്മിക്കപ്പെട്ടു. അന്നത്തെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു കിണറാണ് കേട്ടോ ഇത്. ഈ കിണറ്റിൽ നിന്നാണ് ഇപ്പോഴും ഇവിടെ ശുദ്ധജല വിതരണം നടത്തുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഇതിന്റെ അകത്തുള്ള ഒരു തുരങ്കത്തിലേക്കാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതിന് ഒരു ഭൂഗർഭ അറ ഇതിന് ഉള്ളിലുണ്ട്. ഇപ്പൊ അതെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ വന്ന സമയത്ത് ഒരാളുള്ളത് കൊണ്ട് നമുക്കത് അകത്ത് കാണാൻ പറ്റി. കോട്ടയുടെ ഉൾഭാഗമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് കയറാം. അഞ്ചുതെങ്ങ് കോട്ടയെ ആൻജംഗോ എന്നാണ് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത്. ഏകദേശം 15 അടിയിൽ കൂടുതൽ ഉയരമുള്ള ഈ കോട്ടയുടെ നിർമ്മാണത്തിന് പൂർണ്ണമായിട്ടും ഉപയോഗിച്ചത് ലാറ്ററൈറ്റ് കല്ലുകളായിരുന്നു. കൂടാതെ ഇതിന്റെ പുറമെ തേച്ചു മിനുക്കുന്നതിനായി സിമെന്റിന് പകരമായിട്ട് സുർക്കി മിശ്രിതമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചതുരാകൃതിയിലുള്ള ഈ കോട്ടയിൽ 4 കൊത്തളങ്ങളാണ് ഉള്ളത്. ഇതിലെല്ലാം ഓരോ വാച്ച് ടവറുകളുമുണ്ട്. കോട്ടയുടെ ഓരോ കോണിലും ഓരോ പടികൾ വീതമുണ്ട്. പടികൾ കയറി നടന്നാൽ നിങ്ങൾക്ക് കോട്ടയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ നടന്നെത്താവുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ കോട്ട നിർമ്മിക്കപ്പെട്ടത് ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് സിഗ്നൽ കൊടുക്കുന്നതിനുള്ള ഒരു സ്റ്റേഷനായിട്ടായിരുന്നു. എന്നാൽ പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഒരു അധിനിവേശത്തിന്റെ ചരിത്രമാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. ഈ കോട്ടയുടെ നിർമ്മാണത്തിനായി മുൻകൈ എടുത്തത് അന്നത്തെ ബ്രിട്ടീഷ് തലവനായ ശ്രീ ജോൺ ബാർബൺ ആയിരുന്നു. അദ്ദേഹത്തിന്റെ നീച പ്രവൃത്തികൾ തദ്ദേശവാസികളെയും അതുപോലെ വിദേശീയരെയും വളരെയധികം പേടിയിലാഴ്ത്തി. അന്നത്തെ കാലത്ത് അദ്ദേഹം നടത്തിയ ക്രൂര പ്രവൃത്തികളുടെ ഒരു സാക്ഷ്യം വഹിച്ച സ്ഥലത്തേക്കാട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. കുറ്റവാളികളായി പിടിക്കപ്പെടുന്ന തദ്ദേശീയരും വിദേശീയരുമായ ആളുകളെ ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം ഈ കാണുന്ന കൽത്തൂണുകളിൽ കെട്ടിത്തൂക്കിയിടും. അർദ്ധനഗ്നരായി രക്തം വാർന്ന് പലരും ഇവിടെ മരണപ്പെട്ടു. മരണപ്പെടാതെ കിടക്കുന്നവരെ കഴുകൻ കൊത്തിപ്പറിക്കുകയും ചെയ്തതായി ചരിത്രരേഖകളിൽ പറയുന്നുണ്ട്. ഒരു വെയിലത്ത് ക്രൂരവും അതികഠിനവുമായ ശിക്ഷാവിധികൾ ഏറ്റാണ് പലരും ഇവിടെ മരണപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ബ്രിട്ടീഷുകാർ ക്രൂരഭരണം നടത്തിയിരുന്ന സമയത്താണ് ഡച്ചുകാരുടെ ഒരു കപ്പൽ അവർ തകർക്കുന്നത്. ഇതിനുശേഷം ഡച്ചുകാർ ആറ്റിങ്ങൽ രാജ്ഞിയെ കാണുകയും പരാതി ബോധിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 1721 തദ്ദേശീയരിൽ നിന്ന് തന്നെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഈ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന ആദ്യത്തെ കലാപമായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ഇതിനുശേഷം 1810 വരെ വിവിധ കാലഘട്ടങ്ങളിലായി കലാപങ്ങൾ നടന്നെങ്കിലും ഇംഗ്ലീഷുകാരിൽ നിന്ന്, അതായത് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് ഈ കോട്ട തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ 1810 തിരുവനന്തപുരത്തെ പൊളിറ്റിക്കൽ റെസിഡൻസിന് ഈ കോട്ട വിട്ടുകൊടുത്തു. പിന്നീട് അത് മലബാറിന്റെ ഭാഗമായി. അതിനുശേഷം 1927 തിരുനെൽവേലി ജില്ലയിലേക്ക് ഇത് മാറ്റപ്പെട്ടു. എന്നിരുന്നാലും 1950 അത് തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിലേക്ക് തിരികെ കിട്ടുകയും ചെയ്തു. ഇപ്പോൾ ഈ കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് നിലകൊള്ളുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.